വെൽക്കം ടു ശിക്ഷക് മിത്ര. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പേടെന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സ്പ്ലനേഷൻ പാർട്ട് 1 ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് പാർട്ട് 2 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ പേടെന്ന് പറയുന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടും അതിൻ്റെ ആൻസേഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നുള്ള വീഡിയോസ് ലഭ്യമാകുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി ടോപ്പിക്കിലേക്ക് വരാം. ടെക്സ്റ്റിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ധൂപ് സിലി തോ ബിഖർ ഗയി കതരൻ കതരൻ ചായായേ. എന്താണ് ധൂപ് സിലി തോ ബിഖർ ഗയി കതരൻ കതരൻ ചായായേ. ഇസ്സെ ക്യാ ദൃശ്യ ഉഭറാത്താ ഹെ. ഈ വരികളിലൂടെ എന്ത് ദൃശ്യമാണ് തെളിയുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, ഇസ് പങ്ക്തി സെ യഹ് ദൃശ്യ ഉഭरता है कि जब पेड़ के पंक्तियों के बीच से सूर्य की किरणों चमकर आती है तो वे ज़मीन पर टुकड़ों टुकड़ों में बंट जाती है. അതായത് എന്താണ്, സൂര്യപ്രകാശം മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ താഴേക്ക് വരുമ്പോൾ എന്താണ്, അത് ചിതറിപ്പോകുന്നു എന്ന് പറയുന്ന ഒരു ദൃശ്യമാണല്ലേ ഈ വരികളിലൂടെ നമുക്ക് തെളിഞ്ഞ് കാണാനായിട്ട് കഴിയുന്നത്. തോവേ ജമീൻ പർ ടുക്കടോം ടുക്കടോമേ ബണ്ട ജാത്തിഹെ. മരത്തിൻ്റെ ഇലകളിൽ കൂടി എവിടെയാണ് സൂര്യപ്രകാശം പതിക്കുന്നത്? ഭൂമിയിൽ പതിക്കുകയാണല്ലേ. ജിസ്സെ ഛായ കെ ചോട്ടെ ചോട്ടെ അംശ യാ കതരൻ ബൻ ജാത്തേ ഹേ. അപ്പോൾ അങ്ങനെ മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം ഭൂമിയിലോട്ട് പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ സൂര്യപ്രകാശം എങ്ങനെ ചെറിയ നിഴലുകളായിട്ട് ചിതറിക്കിടക്കുന്നു ഭൂമിയിൽ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ऐसा लगता है मानो पेड़ ने धूप को तिनके तिनके करके छाया के रूप में ज़मीन पर बिछा दिया हो. അല്ലേ, അങ്ങനെ എന്താണ്, ഈ ഒരു തയ്യൽക്കാരൻ വസ്ത്രം തുന്നി ബാക്കി വെച്ച ആ ഒരു തുണിക്കഷ്ണങ്ങളുണ്ടല്ലോ, ആ പീസസ് പോലെയാണ് എന്ത് ചെയ്യുന്നത്, കവി ഈ ഒരു വാക്യത്തെ ഉപമിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, മരത്തിനെ എന്താണ് ഒരു തയ്യൽക്കാരനായിട്ടാണ് ഉപമിക്കുന്നതെന്ന് നമ്മൾ തുടക്കത്തിലെ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്, ഒരു തയ്യൽക്കാരൻ എന്താണ് തൻ്റെ ജോലിയിൽ ആ വസ്ത്രം തുന്നി വെച്ചിട്ട് ബാക്കി വരുന്ന ആ പീസസ് ഉണ്ടല്ലോ ആ തുണികളുടെ, അതുപോലെയാണ് എന്ത് കാണപ്പെടുന്നത്, ഈ ഒരു എന്താണ് മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം ഭൂമിയിലോട്ട് പതിക്കുമ്പോൾ എന്താണ്, അത് ചെറിയ നിഴലുകളായിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുന്നതായിട്ട് കാണുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മിഠി രംഗ് ഹവ പാനി കോ ജോഡ് ദിയാ തരാശ് ഇസ്കാ താത്പര്യ ക്യാ ഹെ. മിഠി രംഗ് ഹവ പാനി കോ ജോഡ് ദിയാ തരാശ് ഇസ്കാ താത്പര്യ ക്യാ ഹെ. ഈ വരികളുടെ അർത്ഥം എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ഇസ്കാ താത്പര്യ ഹെ കി പേട് പ്രകൃതി കെ വിഭിന്ന തത്വോ ജൈസെ മിഠി രംഗ് हवा और पानी को एक साथ मिलकर उन्हें एक सुंदर आकार या रूप देता है. നമ്മൾ പറഞ്ഞു അല്ലേ, മിഠി എന്താണ്, മണ്ണ്, നിറങ്ങൾ, കാറ്റ് എന്നിവയെല്ലാം കൂടി ഒന്നിച്ച് ജോഡ് ചെയ്യാന്ന് പറഞ്ഞു, ഒന്നിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്ത് ചെയ്തു, ഒരു സുന്ദരമായിട്ടുള്ളൊരു ആകാർ, ഒരു ഷേപ്പ് അല്ലെ, ഒരു രൂപം ഉണ്ടാക്കി എന്ന് പറഞ്ഞു അല്ലേ. പേട് ഇൻ സബ്കോ സംവാർക്കർ ഏക്ക് സുവ്യവസ്ഥിത ഓർ ജീവന്ത സംസാർ രചതാ ഹെ. എന്താണ്, മണ്ണ് പ്രകൃതിയുടെ നിറങ്ങളും കാറ്റും വെള്ളം എന്നിവയെല്ലാം, പ്രകൃതിദത്തമായ ഈ ഘടകങ്ങളെല്ലാം എന്ത് ചെയ്തു, മരം വളരെ കൃത്യമായിട്ട് പരസ്പരം തുന്നിച്ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രകൃതിയെ ഒരു മനോഹരമായ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റുന്നു എന്നാണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് കവി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. രംഗ് മഹക്കി ഹുയി സിലായി ഇസ്കാ മത്ലബ് ക്യാ ഹെ. രംഗ് മഹക്കി ഹുയി സിലായി, ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എഴുതാം? ഇസ്കാ മത്ലബ് ഹെ കി पेड़ ने अपने फूलों के रंगों और उनकी मनमोहक सुगंध को ऐसे बुना है जैसे कि उसने कोई खूबसूरत परिधान सिला हो. എന്താണ്,
മരങ്ങൾ നിറങ്ങളെയും പൂക്കളുടെ ആ ഒരു സുഗന്ധത്തെയും ഒക്കെ എന്ത് ചെയ്യുന്നു, കൂട്ടിയിണക്കി അല്ലെങ്കിൽ പ്രകൃതിയിൽ തുന്നിച്ചേർത്തിരിക്കുന്നു എന്നാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. എന്താണ്? മരങ്ങൾ നിറങ്ങളെയും പൂക്കളുടെ സുഗന്ധത്തെയും കൂട്ടിയിണക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രകൃതിയിൽ തുന്നിച്ചേർത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? ഒരു തയ്യൽക്കാരൻ വസ്ത്രത്തിൽ തുന്നലുകൾ തുന്നുന്നത് പോലെയാണ് അല്ലേ? അതുപോലെ എന്താണ്? തുന്നിച്ചേർത്തിരിക്കുന്നു. पेड़ के फूल केवल फूल नहीं है बल्कि वे रंग और खुशबू से बनी हुई सिलाई है जो संसार को महकाते हैं. എന്നുവെച്ചാൽ എന്താണ്? മരത്തിലെ പൂക്കൾ എന്ന് പറയുന്നത് വെറും പൂക്കളല്ല അല്ലേ? പ്രകൃതിയിലെ മനോഹരമായ നിറങ്ങളെയും സുഗന്ധത്തെയും എല്ലാം എന്ത് ചെയ്തു? മരം കൂട്ടിച്ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ലോകത്തിന് സമ്മാനിക്കുന്നു എന്നാണ് ഇവിടെ ഈ വരികളിലൂടെ കവി അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. വൻ കെ പേട് മേം വൻ കെ സ്വാദ് സിലേ ഹേ, ഇസ്കാ മത്ലബ് ക്യാ ഹേ? വൻ കെ പേട് മേം വൻ കെ സ്വാദ് സിലേ ഹേ, ഇതിൻ്റെ അർത്ഥം എന്താണ്? इसका मतलब है कि प्रत्येक पेड़ अपने पर्यावरण और मिट्टी के अनुसार फल पैदा करता है. എന്താണ്? ഓരോ മരവും അത് നിൽക്കുന്ന സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള സ്വാദിഷ്ടമായ ഫലങ്ങൾ നൽകുന്നു എന്നാണ് ഈ വരി അർത്ഥമാക്കുന്നത്. വൻ കെ പേട് മേം വൻ കി ശുദ്ധത और उसकी विशेष मिठास होती है. വനത്തിൽ എന്താണ്? വനത്തിലുള്ള മരങ്ങൾ വനത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ആ വനത്തിൻ്റെ തനതായിട്ടുള്ള രുചിയും മണവുമാണ് ഉൾക്കൊള്ളുന്നത് അല്ലേ? പ്രകൃതി ഹർ സ്ഥാൻ കെ ഹിസാബ് സെ വഹാം കെ പേടോ और ഫലോ മേ അലഗ് അലഗ് സ്വാദിയ വിശേഷത ബുൻ ദേത്തി ഹെ. എന്താണ്? പ്രകൃതി ഓരോ സ്ഥലത്തിനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അവിടുത്തെ ഫലങ്ങൾക്ക് എന്ത് നൽകുന്നു? രുചി നൽകുന്നു. അതാണ് ഈ ഒരു വരികളിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആപ് അപ്നി ജിന്ദഗി കോ കൈസേ സിൽത്താ ചാഹത്തെ ഹേ. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എങ്ങനെയാണ് തുന്നിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്? ഇതൊരു എന്താണ്? വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അവരവർ തന്നെ ഉത്തരം നൽകേണ്ട ഒരു ചോദ്യമാണിത്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക എന്നുള്ളതൊന്ന് പറയാം. എന്തായിരിക്കും? मैम अपनी ज़िंदगी को अच्छी आदतों खुशियों दूसरों की मदद करने के भाव और സകാരാത്മക വിചാരവും കെ ധാഗവും സേ സിൽത്താ ചാഹ്താ ഹൂം. എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തെ നല്ല ശീലങ്ങൾ, അതുപോലെ സന്തോഷം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം, നല്ല ചിന്തകൾ എന്നിവ ഉപയോഗിച്ച് എന്താണ്? മനോഹരമായിട്ട് തുന്നിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താ? താക്കി മേരി ജിന്ദഗി ഭി എക് സുന്ദർ അവർ ഖുഷ്ഹാൽ പരിധാൻ കി തരക് ബൻ സകെ. അതായത് നമ്മളെന്താണ്? ഒരു മരം ഇപ്പോൾ പ്രകൃതിയെ മനോഹരമാക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ല. അതുപോലെ എന്താണ്? എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എൻ്റെ ചുറ്റുമുള്ളവർക്കും സന്തോഷം നൽകുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഒരു ജീവിതം നയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്താണ്? നമുക്ക് നോർമലി എന്ത് ചെയ്യാം? അങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത് നോക്കിയേ. അടുത്ത ടെക്സ്റ്റ് ബുക്കിലെ ഗതിവിധി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ആദ്യത്തെ ആക്ടിവിറ്റി എന്താ? കവിതാ മേം പേട് കിൻ കിൻ കോ സിൽത്താ ഹേ. കവിതയിൽ എന്താണ്? മരം എന്തിനെയൊക്കെയാണ് തുന്നുന്നത് എന്നാണ് കവി പറയുന്നത്. എന്തിനൊക്കെയാണ് തുന്നുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. അവിടെ എന്താണ്? ഒരു ബോക്സിനകത്ത് കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ടല്ലേ? അതിൽ ഏതൊക്കെ വേർഡ്സാണ് നമ്മൾ പഠിച്ചത്? മരം എന്തിനെയൊക്കെ തുന്നുന്നു എന്നുള്ളതിൻ്റെ ആൻസേഴ്സ് ആ ബോക്സിനകത്ത് തന്നെ ഉണ്ട്. അതിലൊന്ന് താഴെ എടുത്ത് എഴുതിയിട്ടുണ്ടല്ലേ? ധൂപ്പെന്ന് എഴുതിയിട്ടുണ്ട്. അവയല്ലാതെ, ധൂപ്പല്ലാതെ, വെയിലല്ലാതെ വേറെ എന്തിനൊക്കെയാണ് മരം തുന്നുന്നത് എന്നാണ് പറയുന്നത് കവിതയിൽ. ഓക്കെ. ഹോംസലെ അല്ലേ? ഹോംസലെ എന്താണ്? കൂടുകൾ അല്ലേ? പക്ഷിക്കൂടുകൾ തുന്നുന്നു എന്ന് പറഞ്ഞു അല്ലേ? പിന്നെ എന്താണ്? ഹവായെ കാറ്റിനെ തുന്നുന്നു. ധൂപ്പ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ധൂപ്പ് വെയിലിനെ തുന്നുന്നു. പിന്നെ എന്താ? കിനാരെ തീരങ്ങളെ തുന്നുന്നു എന്ന് പറഞ്ഞു അല്ലേ? പിന്നെ എന്താണ്? ജമീനെ ഭൂമിയെ തുന്നുന്നു. പിന്നെ അവസാനം എന്താ? പൂക്കളെ തുന്നി എന്തുണ്ടാക്കുന്നു? മണവും നിറവും ഉപയോഗിച്ച് തുന്നിച്ചേർത്ത് പൂക്കളെ തുന്നി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഹോംസലെ ഹവായേം ധൂപ് കിനാരെ ജമീനെ ഫൂൽ അല്ലേ? ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്? മരം തുന്നിച്ചേർത്തത് എന്നാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? അടുത്ത ആക്ടിവിറ്റി എന്താ? സംബന്ധ് പഹച്ചാനെ ഓർ ജോഡെ ബനായെ അല്ലേ? ബന്ധം തിരിച്ചറിഞ്ഞ് യോജിപ്പിക്കുക.
നമ്മൾ കവിതയിൽ പഠിച്ച വേർഡ്സൊക്കെ തന്നെയാണ്. അതിലെന്താണ് ആ വരികളിൽ തന്നെ എന്തുണ്ട്, അതിന് അനുയോജ്യമായിട്ടുള്ള വാക്കുകളും ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ എന്താണ് ആ സൈഡിൽ പിന്നെ ഒരു സെപ്പറേറ്റ് ബോക്സായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. ധൂപ്പ്, ധൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, വെയിൽ അല്ലേ. നമ്മൾ ആ കവിതയിൽ വെയിലിൽ എന്താ പഠിച്ചേ, വെയിലിൽ തുന്നി ചേർത്തപ്പോൾ എന്തുണ്ടായി എന്നാ പഠിച്ചേ, ഛായ അല്ലേ, നിഴലുകളല്ലേ ഉണ്ടായത്. അപ്പോൾ ധൂപ്പിന് നേരെ ഏതെഴുതാം, നമുക്ക് ഛായ എടുത്തെഴുതാം. അടുത്ത വേർഡ് എന്തായിരുന്നു, മിഠി അല്ലേ. മിഠിക്ക് നേരെ എന്ത് വരും, മിഠി എന്താണ്, നിറങ്ങൾ തുന്നി ചേർത്തു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ്, മിഠി രംഗ്, മരം മിഠിയെയും രംഗിനെയും തുന്നി ചേർത്തു എന്ന് പറഞ്ഞപ്പോൾ മിഠിക്ക് നേരെ രംഗ്. അടുത്തെന്താണ്, പാനി. പാനിക്ക് നേർക്ക് എന്താ നമ്മൾ പഠിച്ചേ, ആകാശ് അല്ലേ, ആകാശം. അപ്പോൾ പാനിയുടെ നേരെ ആകാശം എഴുതണം. അപ്പോൾ ലാസ്റ്റ് എന്താ, ഫൂലിന് നേരെ ഏതായിരിക്കും, പശ്മീനെ. പശ്മീനയാണ് ഫൂലിന് നേരെ എഴുതേണ്ടത്. അടുത്ത ആക്ടിവിറ്റി നോക്കിയേ, കവിതാ സേ ആശയ വാലി പങ്ക്തിയാം ചുൻ കർ ലിഖേം. കവിതയിൽ നിന്ന് എന്താണ് താഴെ താഴെ ഒരു 4 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ അവയുടെ അർത്ഥം വരുന്ന വരികൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ നിന്ന് കണ്ടെത്തി എഴുതുക, കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ, ഫസ്റ്റ് നോക്കിയേ, ധൂപ്പ് കെ സിൽനെ സേ ഛായായെ ബിഖർ ഗയി ഹേ. ഈ ആദ്യത്തെ സെൻറ്റൻസ് കണ്ടോ, ധൂപ്പ് കെ സിൽനെ സേ ഛായായെ ബിഖർ ഗയി ഹേ. കവിതയിൽ ഇതെവിടെയാണ് വരുന്നത്, എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ധൂപ് സിലി തോ ബിഖർ ഗയി കതരൻ കതരൻ ഛായായെ. അതല്ലേ ആ അനുയോജ്യമായ അർത്ഥം വരുന്ന വരി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആൻസർ അതെടുത്ത് എഴുതുക. ഇനി രണ്ടാമത്തെ നോക്കിയേ, പേടിനെ രംഗ് ഔർ സുഗന്ധ് കി സിലായി കി. പേടിനെ രംഗ് ഔർ സുഗന്ധ് കി സിലായി കി. കവിതയിൽ എവിടെയായി അർത്ഥം വരുന്നത്, രംഗ് മഹക്കി ഹുയി സിലായി. അതാണ് ആൻസർ, രംഗ് മഹക്കി ഹുയി സിലായി. അടുത്തതിന് മൂന്നാമത്തേത് നോക്കിയേ, പേടിനെ മിഠി രംഗ് ഹവ और पानी को तराश के जोड़ा है. ഈ അർത്ഥം എവിടെയാണ് വരുന്നത്, കവിതയിൽ മിഠി രംഗ് ഹവ പാനി കോ ജോഡാ ദിയ തരാശ് അല്ലേ. അപ്പോൾ അതെടുത്ത് എഴുതുക. ഇനി ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് വായിച്ചേ, പേടിനെ പ്രത്യേക ഫൽമേം അപ്ന സ്വാദ് ഭരാ ഹേ. അതിനനുയോജ്യമായ അർത്ഥം വരുന്ന വരി എവിടെയാണ് കവിതയിലുള്ളത്, പേടിനെ പ്രത്യേക ഫൽമേം അപ്ന സ്വാദ് ഭരാ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രത്യേക ഫലത്തിൽ അതിൻ്റെ സ്വാദ് നിറയ്ക്കുന്നു അല്ലേ. അപ്പോൾ അതെന്താ, ആം മേം ആം കെ സ്വാദ് സിലേ ഹേ ജാമൂൻ മേ ജാമൂൻ കെ. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, സിൽ या सिलीम से पूरा करें अल्ले, सिले या सिलीम से पूरा करें. शब्दों का अपनी संबंध पहचाने, सिले या सिलीम से पूरा करें. അതായത് അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലേ, സിലേ ഖോംസലേ സിലീം ഹവായേം, സിലേ കിനാരെ സിലീം ഹസമീനേം. അതായത് ഇവിടെ എന്താണ് മനസ്സിലാക്കുന്നത്, ലിംഗഭേദത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തെന്താണ്, ഒരു ബോക്സിൽ സ്പേസ് കിട്ടിയിട്ടുണ്ടല്ലേ, അവിടെ ഈ സിലേ ചേർത്ത് നമ്മൾ ലിംഗഭേദത്തിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ സിലേ ഖോംസിലേന്ന് ആദ്യം അവിടെ ഓപ്പോസിറ്റ് എഴുതിയിട്ടുണ്ടല്ലേ, അതുപോലെ ഇവിടെ എന്താണ്, സിലേ പത്തേ മസ്കുലിൻ ബഹുവചനമാണ്. അപ്പോൾ സിലേ പത്തേ എന്ന് അവിടെ എഴുതാം. അടുത്ത് നോക്കിയേ, സിലി ഹവായേം കൊടുത്തിട്ടുണ്ടല്ലേ, അതുപോലെ ഇവിടെ എന്താണ്, കലിയാമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തെഴുതാം നമുക്കവിടെ, സിലീം കലിയാം. അതായത് ഫെമിനിൻ ബഹുവചനമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെഴുതാം നമുക്കവിടെ, സിലീം കലിയാം. അടുത്ത് സിലേ കിനാരെ എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ, സിലേ കിനാരെ. അതുപോലെ നമ്മളിവിടെ എന്താണ്, സിലീം നദിയാം. അവിടെ ഫെമിനിൻ ബഹുവചനമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെഴുതാം അവിടെ, സിലീം നദിയാം. ഇനി ലാസ്റ്റ് നോക്കിയേ, സിലി സബീനേം എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ, ഇവിടെ എന്താണ്, ഡാലിയാമാണല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെഴുതും, സിലേ ഡാലിയാം. മസ്കുലിൻ ബഹുവചനമാണ്. അപ്പോൾ സിലേ ഡാലിയാം. എന്താണ്, ലിംഗഭേദത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ വാക്കുകൾ ചേർത്ത് എഴുതിയിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം കൊടുത്തിരിക്കുന്നത് നോക്കിയേ, പേഡ് കോ ദർജി ക്യോം കഹാ ഗയാ ഹേ, ചർച്ച ചലായും കവിതാക്ക ആശയ ലിഖേം. അതായത് എന്താണ്,
ഇവിടെ എന്താ പേട് കോ ദർജി ക്യോം കഹാ ഗയാ ഹെ, മരത്തെ എന്തുകൊണ്ടാണ് തയ്യൽക്കാരൻ എന്ന് വിളിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത്? पेड़ को दर्जी इसलिए कहा गया है कि क्योंकि वह प्रकृति के अलग अलग तत्वों जैसे धूप, हवा, पानी, मिट्टी, फूल और फलों को एक दूसरे के साथ बहुत खूबसूरती से जोड़ती है. എന്താണ് പ്രകൃതിയിലെ വിവിധ ഘടകങ്ങളായിട്ടുള്ള സൂര്യപ്രകാശം, കാറ്റ്, വെള്ളം, മണ്ണ്, പൂക്കൾ, ഫലങ്ങൾ എന്നിവയെല്ലാം എന്താണ് ഒരു തയ്യൽക്കാരൻ തുണികൾ തുന്നിച്ചേർത്ത് ഒരു വസ്ത്രം ഉണ്ടാക്കുന്നത് പോലെ എന്ത് ചെയ്യുകയാണ് ഇവിടെ? മരം വളരെ മനോഹരമായിട്ട് കോർത്തിണക്കുകയാണല്ലേ. ജൈസെ ഏക് ദർജി കപ്പടോം കോ ജോഡ്കർ സുന്ദർ പോഷക് ബനാത്താ ഹെ, അതായത് എന്താണ് ഒരു തയ്യൽക്കാരൻ ഒരു സുന്ദരമായിട്ടുള്ളൊരു വസ്ത്രം തുന്നിച്ചേർത്ത് ഉണ്ടാക്കുന്നത് പോലെയാണ് എന്ത്, ഒരു മരം ഇവിടെ പ്രകൃതിയെ വളരെ മനോഹരമായിട്ടിങ്ങനെ കോർത്തിണക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് മരത്തെ ദർജി അല്ലെങ്കിൽ തയ്യൽക്കാരൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്? കവിത ആപ്കോ കൈസേ ലഗി, അപ്നാ മത് പ്രകട് കർത്തേ ഹുയെ കവിക്ക് നാം പത്ര ലിഖിയെ. കവിക്കൊരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഒരു ലെറ്ററിൻ്റെ മോഡൽ നമുക്ക് നോക്കാം. ആദ്യം എന്താ, സേവാമേ, എന്താ സ്വീകർത്താവിൻ്റെ പേര് എഴുതുക. ആദരണീയ കവി സുശീൽ ശുക്ലജി, എന്താണ് ബഹുമാനായ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുശീൽ ശുക്ലജിക്ക് സംപ്രേം നമസ്തേ, എന്താണ് സ്നേഹാദരങ്ങളോടെ നമസ്തേ. आपकी कविता पेड़ पढ़कर मुझे बहुत अच्छा लगा. प्रकृति को एक दर्जी के रूप में देखने बहुत ही अनोखी और सुंदर कल्पना है. എന്താണ് നിങ്ങളുടെ പേട് എന്ന് പറയുന്ന കവിത ഞാൻ വായിച്ചു, വളരെ മനോഹരമായിരിക്കുന്നു. എന്താണ് പ്രകൃതിയെ ഒരു തയ്യൽക്കാരനായി സങ്കല്പിച്ചത് വളരെ വ്യത്യസ്തവും മനോഹരവുമായിട്ടുള്ള ഒരു ചിന്തയാണ്. इस कविता ने मुझे सिखाया कि पेड़ केवल छाया ही नहीं देते बल्कि वे पूरी दुनिया को अपने प्यार और मेहनत से जोड़कर रखते हैं. എന്താണ് മരങ്ങൾ എന്താ തണൽ മാത്രമല്ല, മറിച്ച് എന്താണ് സ്നേഹവും അധ്വാനവും കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ തുന്നിച്ചേർക്കുന്നു എന്ന് ഈ കവിത എന്നെ പഠിപ്പിച്ചു. ऐसी प्रेरणादायक रचना के लिए आपका बहुत धन्यवाद. ഇത്രയും മനോഹരമായ ഒരു കവിതയ്ക്ക് ഒത്തിരി നന്ദി. എന്നിട്ട് എന്താ ആപ്കാ പാഠ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സ്വന്തം പേര് എഴുതുക, സൈൻ ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു ലെറ്ററിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പേടെന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ അതിന് ആൻസേഴ്സ് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.